നമസ്കാരം പ്രിയമുള്ളവരെ, വലിയൊരു തട്ടിപ്പ് സോഷ്യൽ മീഡിയ വഴി ഇന്ന് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ ഒരു വിവരം ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയൊരു തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ജിയോയുടെ പേരിൽ ഓഫർ റീചാർജിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് അവർ നടത്തുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയുമൊക്കെയാണ് ഈ പരസ്യം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തേക്കുള്ള റീചാർജും അതിന് 6 മാസത്തേക്കുള്ള റീചാർജും ഇങ്ങനെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഓഫർ റീചാർജ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ലിങ്കിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ പണം ഗൂഗിൾ പേ വഴി ഒക്കെ ഫോൺ പേ വഴിയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പണം ക്രെഡിറ്റ് ആവുന്നത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ്. ഇത് നമുക്ക് ഒരിക്കലും മൊബൈൽ റീചാർജ് ആയിട്ട് നമ്മുടെ വാലിഡിറ്റി കൂടുകയോ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഡാറ്റയോ ഒന്നും കൂടുകയോ ഒന്നുമില്ല. ഇത് ജിയോ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ്. ഇത് വ്യാപകമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതിൽ ഈ കെണിയിൽ പെടുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഞാനത് പരിശോധിക്കുന്ന സമയത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ തമിഴിലുമൊക്കെ ഈ പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ, ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ മലയാളിയാണ് ഈ തട്ടിപ്പിൻ്റെ ഒക്കെ സൂത്രധാരൻ, അല്ലെങ്കിൽ മലയാളികൾ കൂടെ ഉൾപ്പെട്ട സംഘമാണ് ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ഇത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായിട്ടുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ വരുന്ന ഈ പോസ്റ്റുകളിലൂടെ ഈ റീചാർജ് ഓഫർ എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമുക്ക് ആകർഷകത്വം തോന്നിയിട്ട് നമ്മുടെ പൈസ നഷ്ടപ്പെടുത്താതിരിക്കുക, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. പരമാവധി ആളുകളെ ഈ തട്ടിപ്പിൽ നിന്ന് നാം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കള്ളന്മാരെ, നമ്മുടെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി പണം തട്ടുന്ന വിരുദ്ധന്മാരെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കാട്ടിക്കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് നാം ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള ഒരു കടമ കൂടി നിറവേറ്റണം. നന്ദി, നമസ്തേ.